guys, welcome to our YouTube channel. ഇത് എടുത്തേക്കാ പോകുന്നതെന്നല്ലേ നമ്മൾ നാട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത്. നമുക്ക് ഞായറാഴ്ച വൈകുന്നേരം 7:30 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം കണക്ഷൻ ഫ്ലൈറ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തത്. വിയറ്റ്ജെറ്റാണ് ബാംഗ്ലൂരേക്കാണ് ഫ്ലൈറ്റ് വരുന്നത്. ഇപ്രാവശ്യം നാട്ടിലേക്ക് പോകുമ്പോൾ അധികം സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടിക്കറ്റിൻ്റെ കൂടെ എക്സ്ട്രാ ലഗേജൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കയ്യിൽ കൊണ്ടുപോകുന്ന 7 കിലോ മാത്രമാണ് രണ്ടാൾക്കും ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വിചാരിച്ചു അവിടെ എത്തി സെൽഫ് ചെക്ക് ഇൻ ചെയ്യാന്നുള്ളത്. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്കും സെൽഫ് ചെക്ക് ഇൻ ഇല്ല. പക്ഷെ ഭയങ്കര തിരക്കും വിയറ്റ്ജെറ്റ്. അങ്ങനെ ഒരു 6:30 നമ്മുടെ ബാഗ് ലഗേജ് അവിടെ ഇടുമ്പോഴത്തേക്കാണ്. പിന്നെ എല്ലാം ഒരൊറ്റ ഓട്ടപ്പാച്ചിലായിരുന്നു. ഇമിഗ്രേഷനും കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിനും കഴിഞ്ഞ് ഒരു 7 മണിയാകുമ്പോൾ നമ്മൾ ബോർഡിങ്ങിലേക്ക് എത്തി. നമുക്ക് രണ്ടാൾക്കും കൂടിയിട്ട് ആകെ 14 കിലോ ആണ് അലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് ഒരു 3 കിലോ അധികം വന്നതുകൊണ്ട് അവിടെ നിന്ന് എക്സ്ട്രാ പൈസ അടച്ച് ലഗേജ് റെഡി വന്നു. അപ്പം തിരിച്ചു പോയി ആദ്യം പൈസ അടച്ച് വരുമ്പോഴത്തേക്ക് അങ്ങനെ കുറച്ച് ഹറിബറി ആയിരുന്നു അവിടെ. പിന്നെ 7:20 നമ്മളെ ഫ്ലൈറ്റ്. നമ്മളൊരു 7 മണിയാകുമ്പോഴത്തേക്കും സെക്യൂരിറ്റി ചെക്കിനെല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഒരു 8 മണീൻ്റെ അടുത്തായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്താൻ കുറച്ച് ലേറ്റായി. അങ്ങനെ രാവിലെ 12 മണിയാകുമ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തി. അവിടെ നിന്ന് ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ കുറേ കടകളുണ്ടായിരുന്നു ചോക്ലേറ്റിൻ്റെയും കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ജസ്റ്റ് നോക്കിക്കൊണ്ട് നമ്മളുടെ ലഗേജ് എടുക്കാൻ വേണ്ടി പോകാമെന്ന്. നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിട്ടായിരുന്നു ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നേരെ പോയത് ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ലഗേജ് എടുക്കുന്നിടയ്ക്കും കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ചേച്ചീൻ്റെ വീട്ടിലേക്കാണ്. ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ വൈകുന്നേരമാണ് നമ്മൾ നാട്ടിലേക്കുള്ള ബസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. തിങ്കളാഴ്ച രാവിലെ ചെക്കന് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് നമ്മൾ ചേച്ചിയോടൊന്നും കൂട്ടാൻ വരണ്ട, ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്ത് വന്നോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്യാൻ പോയി. പക്ഷേ അവിടെ ഒടുക്കത്തെ തിരക്കുമാണ്. അതേപോലെ അവിടെ ക്യാബും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഒരു അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഊബർ ബുക്ക് ചെയ്യണോ ഓല ബുക്ക് ചെയ്യണോ ഏതാ ബുക്ക് ചെയ്താൽ കിട്ടുക ഒന്നും അറിയില്ല. എല്ലായിടത്തും നല്ല ക്യൂ ഉണ്ട്. പിന്നെ ഒടുവിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിന് ശേഷം ഒരു വണ്ടി കെട്ടിയിട്ട് നമ്മൾ റൂമിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഏകദേശം 1:30 അടുത്തായിട്ടുണ്ടായിരുന്നു. ദീപേച്ചിയെല്ലാം ഉറങ്ങാതെ കാത്തിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഉറങ്ങിക്കോന്ന് പറഞ്ഞാണ്. പിന്നെ അതിനിടയ്ക്ക് എണീക്കണ്ടേന്ന് പറഞ്ഞാൽ അവരും ഉറങ്ങിയിട്ടില്ല. അവർ ഇടത്തിന്ന് ചോദിച്ചോണ്ടുണ്ട്. നമുക്കാണെങ്കിൽ അവിടെ നിന്ന് വണ്ടി കിട്ടാത്ത ടെൻഷനും എല്ലാം ആയി. പിന്നെ അവിടെ എത്തിയിട്ട് ഒരു 1.5 കഥ പറച്ചിലായിരുന്നു. വിയറ്റ്നാമിൽ നിന്ന് കയറുന്നോട്ട് ഇവിടം വരെയുള്ള എല്ലാ കഥകളും വിശദീകരിച്ച് എല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നത്. പിന്നെ അപ്പോഴത്തേക്ക് ഒരു 2:30. എന്താ ഇത്രമാത്രം പറയാനില്ലേ എന്നല്ലേ. വിയറ്റ്നാം എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ചെറിയൊരു പണീനെ കുറിച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും പറഞ്ഞത്. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും ചിക്കൻ കറിയെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ ഫോൺ വിളിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒലിവിലെ ഗ്രിൽ പൊറോട്ടയും അതേപോലെ ഷേക്കും കുടിക്കണമെന്ന്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് അതിനിടയിൽ കഴിക്കാൻ വേറെ ടൈം ഇല്ലാത്തതുകൊണ്ടും ഗിരീഷേട്ടൻ പോയിട്ട് ഒലിവിൽ നിന്ന് ഇതൊക്കെ വാങ്ങിയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എത്തിയിട്ട് നമ്മൾ ദോശയും ചിക്കൻ കറിയും വേണ്ട ഇത് മതി എന്ന് പറഞ്ഞിട്ട് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെയും കുറച്ച് വർത്താനെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കിടക്കുമ്പോൾ ഒരു 2:30 ആയി. പിന്നെ നമ്മൾ രാവിലെ എണീച്ച് ചായയെല്ലാം കുടിച്ചിട്ട് ചെക്കനും സ്കൂളിലെല്ലാം പറഞ്ഞയച്ചിട്ട് പിന്നീട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മുറിച്ചിട്ട് തിന്നു. പിന്നെ ദീപേച്ച് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഡ്രസ്സെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണിച്ചു തരികയാണ്. പിന്നെ കുറേ കിച്ചുവിന് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് അതിനെല്ലാം നമ്മൾ ഫുൾ എടുത്ത് നോക്കുക അതെങ്ങനെയുണ്ട് ഡ്രസ്സെല്ലാം എന്ന്. അപ്പോൾ ഉച്ചക്ക് 12:30 ആകുമ്പോൾ കിച്ചു സ്കൂളിൽ നിന്ന് വന്നു. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? അങ്ങനെ നമ്മൾ എല്ലാവരും വേഗം റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ പോവാന്ന്. അപ്പോൾ ഗിരീഷേട്ടൻ ഇതിനിടയ്ക്ക് ഒരു പുതിയ ബൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നോക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ മന്തി കഴിക്കാൻ പോകണം എന്നുള്ളത് വരുന്നതിന് മുന്നേ പ്ലാനിട്ട ഒരു കാര്യമായിരുന്നു. ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന ഫുഡാണ് നമുക്ക് കഴിക്കാം, പുറത്ത് പോയിട്ട് കഴിക്കാമെന്നൊക്കെ നമ്മൾ ഫുൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വിയറ്റ്നാമിൽ നിന്ന് നമുക്ക് നാട്ടിലെ ഹോട്ടലിലെ ഫുഡെല്ലാം നല്ലോണം മിസ് ചെയ്യാറുണ്ട്. വിയറ്റ്നാമിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടെങ്കിലും അവിടുത്തെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലെ ആ ഒരു ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ ചെറിയരിൻ്റെ നെയ്ച്ചോറോ ബിരിയാണിയോ ഒന്നും നമുക്ക് വിയറ്റ്നാമിൽ കിട്ടാറില്ല. എനിക്ക് പൊതുവേ ഹോട്ടൽ ഭക്ഷണങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദീപേച്ചിനെ വിളിക്കുന്ന സമയത്ത് പറയും ഇനി വന്നിട്ടാകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം, ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം, വൈസ്രോയിൽ നിന്ന് ഫുഡ് കഴിക്കാം, ബിരിയാണി കഴിക്കാം എന്നൊക്കെ പറയും. അങ്ങനെ ഞങ്ങൾ ഇന്ന് പോയത് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു നഹദി മന്തിയിലേക്കാണ്. അപ്പോൾ വരുന്ന വഴിയിൽ തന്നെ ഏത് മന്തി വേണം, എങ്ങനത്തെ മന്തി വേണം അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ വന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് ചിക്കനും മട്ടനും ഒക്കെ ഓർഡർ ചെയ്തു. ആണുങ്ങൾക്ക് 2 മട്ടണും ഞങ്ങൾക്ക് 2 ചിക്കനും ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന തിരക്കിനിടയിൽ ഫുഡ് വന്നപാട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ എല്ലാവരുടെ പ്ലേറ്റിലേക്കും ഇടുന്ന സമയത്താണ് വീഡിയോ എടുക്കണം എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. നമ്മളൊരു സൂപ്പ് കൂടി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായതായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഗ്യാസിൻ്റെ ലഭ്യത കുറവ് കാരണം ഇപ്പോൾ സൂപ്പ് ചെയ്യുന്നില്ല, ഓൺലി മന്തി മാത്രമാണ് ഉള്ളതെന്ന്. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം കൂടി ഇരുന്ന് മെല്ലെ മന്തിയൊക്കെ കഴിച്ചു. മന്തിയൊക്കെ തീരാറാകുമ്പോഴത്തേക്കും എല്ലാവരും വയറ് നിറഞ്ഞ് ഒരു സൈഡാവാൻ തുടങ്ങി. പിന്നെ എല്ലാവർക്കും ഒരു ക്ഷീണമായി, ഫുഡ് കഴിച്ച ക്ഷീണം. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ പോയത് അടുത്തന്നെയിലൊരു മാളിലേക്കാണ്, പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട്. അബിയെല്ലാം നമ്മൾ എത്തിയപാട് ചോദിക്കും എന്താ കൊണ്ടുവന്നേന്ന്. Your heart is broken. your heart is only broken, na? Like this. When your heart is like this, it's broken. And your brain is broken. No, your heart is broken. It's just like this and it's broken. അങ്ങനെ നമ്മൾ ഓറിയോ മാളിലെത്തിയിട്ട് നേരെ പോയത് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. കുറച്ച് ചോക്ലേറ്റ്സും അതേപോലെ എന്തെങ്കിലും പിള്ളേർക്ക് കളിക്കാനുള്ള വണ്ടിയോ അങ്ങനത്തെ കാര്യങ്ങളും വാങ്ങണം. നമ്മൾ വിയറ്റ്നാമിൽ നിന്ന് വരുമ്പോൾ ഇപ്രാവശ്യം ചോക്ലേറ്റോ കാര്യങ്ങളോ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ മെയിനായിട്ടുള്ളത് ഈ കേക്ക് ഐറ്റംസ്, ദുര്യൻ ചക്ക അങ്ങനത്തെ കുറേ ഫ്ലേവേഴ്സുള്ള കുറച്ച് കേക്ക് ഐറ്റംസ്, പിന്നെ റൈസ് ഷീറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഇടയിലവർക്ക് വലിയ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഒന്നും വാങ്ങാൻ. എങ്ങനെ മാളിലേക്ക് വന്നേലേന്ന് പറഞ്ഞിട്ട് ദീപേച്ചിയും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി. അതേപോലെ നമ്മളും കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി. പിന്നെ ഈ മാളിൻ്റെ ഉള്ളിൽ കയറിയ സമയം പോകുന്ന അറിയില്ല. വേണമെന്ന സാധനങ്ങൾ എടുക്കും, അതിനിടയ്ക്ക് ബാക്കിയുള്ള സാധനങ്ങളും വെറുതെ നോക്കി ഇതിലേ നടന്ന് നമ്മൾ സമയം കളയും. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അതിനുള്ളിലൂടെ നടന്നിട്ട് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളുടെ ഏരിയയിലേക്ക് പോയി. അവിടെ നിന്ന് എന്ത് വാങ്ങുന്നുള്ള കൺഫ്യൂഷനാണ്. ഇവിടെ നിന്ന് മിക്ക സാധനങ്ങളും ഓരോ പ്രാവശ്യം വരുമ്പോൾ അത് വാങ്ങിയിട്ട് എല്ലാം പിള്ളേരുടെ അടുത്തുണ്ട്. പിന്നെ ഏത് വാങ്ങുന്നുള്ള ഒരു കൺഫ്യൂഷൻ. പിന്നെ വാങ്ങിയാലും 1-2 ദിവസമേ മാക്സിമം അത് പോവുള്ളൂ. ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി ബില്ലൊക്കെ ആക്കിയ ശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു ഐസ്ക്രീം കഴിക്കാനാണ്. ഈ ഐസ്ക്രീം സ്പോട്ടും ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ്. ഐസ്ക്രീം തിന്നുന്നതിൻ്റെ ഇടയിൽ എന്തോ പൈസേൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പ്രതിജ്ഞാട്ടൻ വിയറ്റ്നാമിൽ പൈസ എടുത്ത് കാണിക്കുന്നത്. ഏറ്റവും വലിയ നോട്ട് 5 ലക്ഷമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് കാണുമ്പോൾ കിച്ചുവിനൊരു കൗതുകം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി റെസ്റ്റെല്ലാം എടുത്ത ശേഷം ഒരു ഷെയ്ക്ക് അടിച്ച് കുടിക്കാൻ നോക്കിയതാണ്. മാങ്ങയും ചിക്കുവും അതേപോലെ ഐസ്ക്രീമും ഇട്ടിട്ട്. വീടിരിക്കുവാ എൻ്റെ പറഞ്ഞു. എത്ര മതി? 2000. എത്രടാ? 200. വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. കിച്ചുവിന് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ പോകുന്നതുകൊണ്ട്. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ അവരും നാട്ടിലേക്ക് വരുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.